ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ മക്കളെല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണ് അല്ലേ? അവർ ഓൺലൈൻ ക്ലാസ്സുമൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഇന്നൊരു നല്ല പലഹാരം ഉണ്ടാക്കാം. കൊച്ചുമക്കൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ബ്രെഡ് ഓംലെറ്റ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനതിന് 4 മുട്ട എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ടൊമാറ്റോ, പിന്നെ ഇത് പച്ചമുളക്. അത് ചുമന്ന മുളകാണ്, വീട്ടിലുണ്ടായതായതുകൊണ്ട് ചുമന്ന കളറ് കണ്ടപ്പോൾ ഞാനത് പറിച്ചെടുത്ത് അതെടുത്തതാണ്. കളറ് കാണാൻ നല്ല ഭംഗിയാണല്ലോ, അതുകൊണ്ട് മാത്രം ചുമന്ന മുളക് എടുത്തു. പച്ചമുളക് ഉപയോഗിക്കാം. ഉപ്പ്, കോൺഫ്ലവർ, അല്പം പാല്, 2 സവോള, പിന്നെ അല്പം കാപ്സിക്കം. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഞാൻ മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവോള, പൊടിയായി അരിഞ്ഞ സവോള 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. 2 മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ചുമന്ന മുളകായതുകൊണ്ട് അതിനല്പം എരിവ് കൂടും. ഇനി നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുള്ളൂ. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1 പകുതി ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓംലെറ്റ് ആകുമ്പോൾ അല്പം പൊലിമ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതെല്ലാം ചേർക്കുന്നത്. കോൺഫ്ലോറും പാലും ഒക്കെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി എനിക്ക് കിട്ടിയത് ഞങ്ങളൊരിക്കൽ മൂന്നാറിന് പോയപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരാൾ ഇത് ഓംലെറ്റ് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് കുറച്ച് നേരം നോക്കി നിന്ന് അങ്ങനെ കണ്ടു പഠിച്ചതാണിത്. അത് കണ്ടപ്പോൾ മുതൽ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് ചെയ്തു നോക്കിയത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പാനിൽ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് വറുത്തെടുക്കണം. ബ്രെഡ് ഒന്ന് വറുത്തെടുക്കാം. എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒരു വശം ഒന്ന് ചൂടായി കഴിയുമ്പോൾ മറിച്ചിട്ട് നമുക്ക് മറുവശം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ബ്രെഡ് അതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കിയെടുക്കാം. നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിടുമ്പോൾ അല്പം ഒന്ന് പരത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അതിനകത്ത് നടുക്ക് തന്നെ നിൽക്കും. പതിയെ ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിത് കാണുമ്പോൾ ആ കിടക്കാനും വളരെ സ്പീഡിലാട്ടോ ചെയ്യണേ. നമുക്ക് അത്രയും സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് നമ്മൾ ഓംലെറ്റ് എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2 ബ്രെഡ് നമ്മളവിടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മാത്രമല്ലേ ഇപ്പോൾ മുട്ടയായിട്ടുള്ളൂ, ഇനി രണ്ട് സൈഡിലും നമുക്ക് മുട്ടയൊന്നാക്കി കൊടുക്കണം. അതിന് വേണ്ടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശത്തും മുട്ടയായിട്ടുണ്ട്. ഇനി മറിച്ചിടുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധയോടുകൂടി മറിച്ചിടണം. അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അല്പം ശ്രദ്ധിക്കണം. മുട്ടയുടെ ഒരു വശം നല്ലപോലെ ഒന്ന് വേവായി തോന്നിക്കഴിയുമ്പോൾ നമുക്കത് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ കെയർഫുള്ളായിരിക്കണം. ഇപ്പം മറിച്ചിട്ടു. ഇനി ആവശ്യം കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മുട്ട മടക്കി അകത്തോട്ട് വെക്കണം. ബ്രെഡിനകത്തോട്ട് മുട്ട മടക്കി വയ്ക്കാം. ഇത് മടക്കി എടുത്ത് വയ്ക്കാം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് വേണം. അല്പം ഒന്ന് പൊട്ടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇതുപോലെ അങ്ങ് മടക്കി വെച്ചാൽ മതി. ചുവന്നമുളകും തക്കാളി എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു റെഡും ഗ്രീനും എല്ലാം ഒരു കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് മറ്റേ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി. ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറുവശം കൂടി പതിയെ ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് എല്ലാ ബ്രെഡും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 4 മണി പലഹാരം റെഡിയായി കിട്ടി. കുട്ടികളും മുതിർന്നവരും ഇതൊരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരവുമാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അല്പം ക്യാപ്സിക്കവും ചുവന്ന മുളകും വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്കൊക്കെ മുട്ട അല്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.